നമസ്കാരം. ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം. പ്രകൃതി സംരക്ഷണം ജീവിതചര്യയായി മാറണമെന്നും സമൂഹം ഒന്നാകെ ഇതിൽ പങ്കാളികളാകണമെന്നും കുര്യാക്കോസ് മാർ ക്ലീമീസ് വലിയ മെത്രാപ്പോലിത്ത പറഞ്ഞു. സാമൂഹ്യ വനവൽക്കരണ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മെത്രാപ്പോലിത്ത. സാമൂഹ്യ സംഘടനകൾക്ക് പരിസ്ഥിതി സംരക്ഷണ കാര്യത്തിൽ ശക്തമായ ഇടപെടൽ നടത്താൻ സാധിക്കും. പ്രകൃതിയെയും സസ്യങ്ങളെയും സംരക്ഷിക്കണമെന്ന് വിശുദ്ധ ഗ്രന്ഥങ്ങളെല്ലാം പറയുമ്പോൾ ഒരു കരുണയുമില്ലാതെ മനുഷ്യൻ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യ മനുഷ്യനെ ദൈവം ഏദൻ തോട്ടം പരിപാലിക്കാനാണ് ഏൽപ്പിച്ചത്. പ്രകൃതിയിലെ എല്ലാ സൃഷ്ടിയും ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ടാണിരിക്കുന്നത്. ഏതെങ്കിലും ഒന്നിനെ നശിപ്പിക്കുന്നത് മറ്റുള്ളവയെയും പ്രതികൂലമായി ബാധിക്കും. ദൈവം തരുന്ന പ്രകൃതി വിഭവങ്ങളെ കേടുകൂടാതെ അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ മനുഷ്യന് ബാധ്യതയുണ്ടെന്നും വലിയ മെത്രാപ്പോലിത്ത അഭിപ്രായപ്പെട്ടു. ഒരു കരുണയും കൂടാതെ ഈ മണ്ണിനെയും വെള്ളത്തെയും വായുവിനെയും നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ചിന്തിക്കും. അവർ ഈ മണ്ണെന്ന് പറയുന്ന അത്ഭുതം, മരങ്ങൾ എന്ന് പറയുന്നത് അതിനേക്കാൾ അത്ഭുതം. മനുഷ്യന് ഇതുപോലൊരു അത്ഭുതമുണ്ടോ? പിഒ ഫിലിപ്പ് ഇന്റർനാഷണൽ യൂത്ത് സെന്റർ ദേശീയ തലത്തിൽ നടപ്പാക്കുന്ന റൂട്ട്സ് ഓഫ് റിന്യൂവൽ സാമൂഹ്യ വനവൽക്കരണം YMCA എന്ന പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മാർ ക്ലീമീസ്. പിഒ ഫിലിപ്പ് ഇന്റർനാഷണൽ യൂത്ത് സെന്റർ ചെയർമാൻ അഡ്വക്കേറ്റ് ജെയിൻ മാത്യു അധ്യക്ഷനായി. പത്തനംതിട്ട മുനിസിപ്പൽ ചെയർമാൻ സക്കീർ ഹുസൈൻ വൃക്ഷത്തൈ വിതരണം നിർവഹിച്ചു. YMCA മുൻ ദേശീയ പ്രസിഡന്റ് ജസ്റ്റിസ് JB കോശി മുഖ്യപ്രഭാഷണം നടത്തി. ദേശീയ ട്രഷറർ റെജി ജോർജ്, വർഗീസ് പള്ളിക്കര, വർഗീസ് അലക്സാണ്ടർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.